ശ്രീ ദാമോദർ പ്രസാദ്, പുറമേ നിന്ന് കാണുന്ന കാഴ്ചക്കാരാണ് നമ്മളൊക്കെ, അല്ലെ? ഈ സമരം നമ്മൾ കാണുന്നുണ്ട്. ഈ സമരം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സമരം, അവിടെ ജനങ്ങളെ കുടിയിറപ്പിക്കാൻ വന്ന പോലീസ് സംഘത്തെയും പോലീസിന്റെ തേർവാഴ്ചയും നമ്മൾ ഭരണം പുതിയ സർക്കാർ വന്നതിന്റെ 2ാമത്തെ ദിവസം നമ്മൾ കാണുന്നുണ്ട്. ഇതിനു മുമ്പും പല ഘട്ടങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഈ രൂപത്തിൽ പോലീസ് ആക്ട് ചെയ്തിട്ടില്ല എന്നൊരു കാര്യവും സത്യമാണ്. ഇപ്പോൾ എന്താണ് ഈ കാര്യത്തിൽ CPM എടുത്തിരിക്കുന്ന നിലപാടിനെ ശ്രീ ദാമോദർ പ്രസാദ് എങ്ങനെയാണ് കാണുന്നത്? മുഖ്യമന്ത്രി പറയുന്നുണ്ട് ആ ഭൂമി ഒരു സ്വകാര്യ വ്യക്തിയുടേതാണ് എന്നാണ്. കോടതികൾ ഇതുവരെ വന്നിരിക്കുന്ന വിധികൾ അങ്ങനെയാണ്. ഈ പറയുന്ന 7 കുടുംബങ്ങൾക്ക് അനുകൂലമല്ല. അങ്ങനെ വരുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കും, അവർക്ക് മറ്റു വീടും സ്ഥലവും നൽകുമെന്ന ഉറപ്പാണ് ഇന്ന് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അങ്ങേക്ക് ഈ വിഷയത്തിൽ എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആദ്യമേ പറഞ്ഞോട്ടെ, അംബേദ്കർ പ്രസ്ഥാനം നയിക്കുന്ന കെ അഭിലാഷൻ നടത്തിയിട്ടുള്ള വിവരണം അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം മുൻ അനുഭവങ്ങളുണ്ട്. കൃഷ്ണഗിരി എസ്റ്റേറ്റിൽ ആദിവാസികളെ സമരത്തിൽ ഇറക്കിയപ്പോഴും നമുക്കറിയാം, ഈ മുത്തങ്ങയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും ജാനുവിൻ്റെ ആത്മകഥ അടിമക്കയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് എങ്ങനെയാണ് ആദിവാസികളെയും ദളിത് മനുഷ്യരെയും ദളിത് സമൂഹത്തെയും CPM അവരുടെ രാഷ്ട്രീയ പാർട്ടി വളർത്താൻ ഉപയോഗിക്കപ്പെടുന്ന നിരവധി സംഭവങ്ങൾ കേരള ചരിത്രത്തിൻ്റെ അനേകം സംഭവമുണ്ട്. അതുകൊണ്ട് അംബേദ്കറായിട്ട് അംബുജാക്ഷൻ പറഞ്ഞ് അവിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല. അത് വസ്തുതാപരമായിരിക്കാനേ വഴിയുള്ളൂ. കാരണം CPM ഒരു സമരം ഏറ്റെടുത്താൽ അവിടേക്ക് ആരും പ്രവേശിക്കാതിരിക്കുകയും അതേസമയം ചെങ്ങറ പോലുള്ള ഭൂസമരത്തോട് CPMയുടെ സമീപനം നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. കാര്യം നോൺ CPM ദളിത് സമൂഹം സ്വന്തമായിട്ട് സമരങ്ങളോടൊക്കെ ഏറ്റവും നിഷേധാത്മക സമീപനം മാത്രമല്ല ആക്രമണോത്സവ സമീപനവും CPMയുടെ ചരിത്രം കേരളത്തിലുള്ള യാഥാർത്ഥ്യമാണ്. അത് നമ്മളില്ല നിഷേധിച്ചിട്ട് കാര്യമില്ല. ചരിത്ര വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്, മാധ്യമ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട്. രണ്ടാമതായി പറഞ്ഞോട്ടെ, ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തിൽ വളരെ ശ്രദ്ധേയമായൊരു കാര്യം അദ്ദേഹം പറഞ്ഞു എനിക്ക് തോന്നി. അത് ഒരു കേരള സമൂഹത്തിലെ പൗരസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, അത് മുനമ്പോ ആയിക്കോട്ടെ മലയിടംതുരത്തിലെ ദളിത് കുടുംബങ്ങളെ കുറിച്ചിട്ട് വിക്ടിംസ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആ പത്രസമ്മേളനത്തിൽ വിക്ടിംസ് എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു അന്തർഹിതമായിട്ടൊരു അഭിപ്രായം അദ്ദേഹം രൂപപ്പെടുത്തി കഴിഞ്ഞു. അവർ വിക്ടിംസ് എന്ന് പറഞ്ഞ വഴിക്ക് തന്നെ അതിൻ്റെ അകത്ത് അദ്ദേഹം രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചു. അദ്ദേഹം ആ സാമൂഹ്യ നീതി നിലപാട് സ്വീകരിച്ചു. 2 സ്ഥലത്തും അവർക്ക് അവകാശപ്പെട്ടതാണെന്നും അവർ ഇരയാക്കപ്പെട്ടതാണെന്നും എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് വളരെ ആശ്വാസകരമാണ്. ഞാൻ മുഖ്യമന്ത്രി പ്രകീർത്തിക്ക് വേണ്ടി പറയില്ല, അത് പൗരസമൂഹത്തെ സംബന്ധിച്ച ആശ്വാസമാണ്. അതേസമയം കേരളത്തിൻ്റെ CPM സംസ്ഥാന സെക്രട്ടറി അവിടെ പോയി ഏറ്റവും ഇൻസെൻസിറ്റീവായിട്ട് പറഞ്ഞത് മൈനർ മുത്തങ്ങ. അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് മൈനർ മുത്തങ്ങ. എന്തൊരു ഇൻസെൻസിറ്റീവാണ് മൈനർ മുത്തങ്ങയോ? എന്താണത്? അപ്പോൾ അതൊരു ദുരധിഷ്ഠിതമായ ദുഷ്ടലാക്കോട് വർത്താനാണ്. ഇദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ പലപ്പോഴും പാർട്ടി വേദികൾ വിമർശന വിധേയമെന്ന് പത്ര റിപ്പോർട്ടുണ്ട്. എനിക്ക് യാഥാർത്ഥ്യം അറിയില്ല, ആദ്യം റിപ്പോർട്ട്. പക്ഷേ ഈ മൈനർ മുത്തങ്ങ അതിനെ എന്ത് തരത്തിലാണ് മുത്തങ്ങയെ പ്രശ്നം മൈനർ എന്താ ഈ മൈനറൈസ് ചെയ്യുന്നത്? എന്തൊരു ഇൻസെൻസിറ്റീവ് അഭിപ്രായമാണ് ഒരു പാർട്ടി സെക്രട്ടറി പറയുന്നത്. അദ്ദേഹം ഇവിടെ പോയി. രണ്ടാമതായിട്ട് അപ്പോൾ നമ്മൾ ഇത്തരം പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ പ്രശ്നം വ്യക്തിമായി കാണുന്ന സമയത്ത് അവിടെ യാഥാർത്ഥ്യം നിൽക്കുന്നുണ്ട്, നിയമപ്രശ്നമുണ്ട്. ആ നിയമം ഒരു സിവിൽ ഡിസ്പ്യൂട്ട് ആയതുകൊണ്ട് സർക്കാർ ഇടപെടാൻ പറ്റില്ലെന്നും പുറംപോക്ക് പ്രശ്നവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കേസ് മുന്നോട്ടുമുണ്ട്. ഇവിടെ നമുക്ക് നൽകിയ ഒരു സന്ദേശം എന്ന് പറയുന്നത് രാഷ്ട്രീയ ബന്ധപ്പെട്ട കാര്യം, ഇതിൽ ദുരൂഹത 2 UDFും LDFും ഒരു ദുരൂഹത ആരോപിക്കുന്നുണ്ട്. അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് അതിൻ്റെ അകത്ത് ഗൗരവമായ വിഷയം. കാര്യം ഇത് ചർച്ചാ വിഷയം 14 തവണ ഒഴിപ്പിക്കാൻ പോയ സമയത്ത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യെങ്കിലും സമൂഹത്തിന് ഗൗരവമായ വിഷയമെന്നത് അന്ന് പോലീസ് കാണിച്ച അതിക്രമമാണ്. അത് എന്ത് അതിക്രമമായിക്കോട്ടെ അതിൻ്റെ തോതൊന്നും നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ പോലീസ് അതിക്രമം നിർധനരായിട്ട് നിരാലംബരായിട്ടുള്ള അവിടുത്തെ ദളിത് കുടുംബങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമം, ഇവിടുത്തെ ഒരു ഗവൺമെൻറ് അധികാരത്തൊഴിയുന്നു, മറ്റൊരു ഗവൺമെൻറ് തലവ് ഷെയർ ചെയ്യുന്നു, മിനിസ്റ്റർമാരുടെ വകുപ്പിനെ കുറിച്ച് സൂചന മാത്രം ലഭിക്കുന്നു. ആ സമയത്ത് എങ്ങനെ പോലീസ് അട്രോസിറ്റി നടന്നാൽ അന്വേഷിക്കാനുള്ള ധാർമ്മികവും നിയമപരവുമായിട്ടുള്ള ബാധ്യത VD സതീശൻ സർക്കാരിൻ്റെ അവിടുത്തെ ബഹുമാനപ്പെട്ട MLAയ്ക്കും ഉണ്ട്. കാരണം അതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ട്. അത് നമുക്ക് ആ ദുരൂഹം എന്ന് പറഞ്ഞാൽ CPM ആസൂത്രണം ചെയ്യുന്നല്ല പറഞ്ഞത്. പക്ഷേ പോലീസ് കേരളത്തിൽ മനുഷ്യാവകാശ വിരുദ്ധമായ പ്രവർത്തനം നടത്തി ഒരുപാട് ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് ദളിത് സമൂഹത്തോടും ആദിവാസി സമൂഹത്തിലെ പോലീസിൻ്റെ സമീപനം എല്ലാ കാലത്തും എപ്പോഴും അതേത് സർക്കാരായിക്കോട്ടെ ഏത് ഭരണകൂടമായിക്കോട്ടെ ഈ മാതിരിയുള്ള തോന്യാസവും അതിൻ്റെ അകത്ത് ഒരു ശത്രുതാ മനോഭാവവും അത് വളരെ എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അതിന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പുറത്ത് ചാരിക്കണം. പക്ഷേ അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. കാരണം അത്ര നടപടിയിൽ പോലീസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് പലപ്പോഴും കാണാൻ പറ്റും. അതുകൊണ്ട് ആ ദുരൂഹമാണ് അതിൻ്റെ അകത്ത് ഏർപ്പാട്. അതുകൊണ്ട് നമുക്കറിയാവുന്ന പോലെ MLA ഇടപെട്ടതിന് ശേഷം MLA വിളിച്ചു പറഞ്ഞതിന് ശേഷം രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ഇടപെട്ട ശേഷമാണ് സമൂഹം പിൻവാങ്ങിയത്. അപ്പോൾ ഇതൊരു ഗൗരവമായ വശമുണ്ട്. കാര്യം ആ സമൂഹത്തെ സംബന്ധിച്ചാലും ഇവിടെ സംബന്ധിച്ചാലും അത് വ്യക്തിമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. നിരാലംബ ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അനിൽകുമാർ ഇതേസമയം CPM സമരം ചെയ്യാൻ എതിർക്കില്ല. കാര്യം പ്രതിപക്ഷം സംബന്ധിച്ചാൽ പ്രതിപക്ഷം ഇത്തരം സമയങ്ങളിൽ അത് രത്തൻ കേൽക്കറുടെ വിഷയമായിക്കോട്ടെ ഈ വിഷയമായിക്കോട്ടെ
പ്രതിപക്ഷത്തിന് ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടിരിക്കുകയും ഗവൺമെൻറ് അക്കൗണ്ടബിൾ ആക്കുക എന്നുള്ളത്. ഈ വിഷയത്തിൽ ഗവൺമെൻറ് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. കാരണം ഇന്ന് ഭരിക്കുന്ന വി ഡി സതീശൻ സർക്കാരാണ്. ആ സർക്കാരിന് അവിടുത്തെ കുടിയൊഴിപ്പിക്കലായി ബന്ധപ്പെട്ട് പുനരധിവാസമായി ബന്ധപ്പെട്ട് പുനരധിവാസം എന്നുള്ള അനിൽകുമാർ പറയാണ് ഒരുപക്ഷെ പുറമ്പോക്കാണെങ്കിൽ അവർ കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്ന ഈ 14 തവണ അവിടെ പോലീസ് ഈ കോടതി അഭിഭാഷക കമ്മീഷൻ വന്നൂറല്ലോ. നിങ്ങളൊരു സമൂഹം കടന്നുപോയി ട്രോമ ആലോചിക്കണം. ഈ 14 തവണ അതിനെ എന്താ പറയുക എവേർട്ട് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു കുടുംബം അനുഭവിക്കുന്ന ട്രോമ ആലോചിക്കണം. അവിടെ മഞ്ഞക്കുറ്റിയുടെ അതേ ട്രോമയാണ്. കാര്യം അടുക്കളയിൽ കൊണ്ട് മഞ്ഞക്കുറ്റി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുന്ന കുടിയൊഴിപ്പിൻ്റെ ട്രോമ അത് രാഷ്ട്രീയ നേതാക്കൾക്കും ഈ സമരം ചെയ്യുന്ന മഹാനേതാക്കൾക്കും സമരത്തിൻ്റെ സമയത്ത് മാത്രം കാറിൽ വിസിറ്റ് ചെയ്യുന്ന മഹാനേതാക്കൾക്കും മനസ്സിലാവില്ല. ഒരു കുടുംബത്തിൻ്റെ ട്രോമ എന്ന് പറയുന്ന എല്ലാ ഒഴിപ്പിക്കപ്പെടാം, ഞങ്ങൾ രാവിലെ ജോലിക്ക് പോയി ഒഴിപ്പിക്കപ്പെടാം എന്ന ട്രോമ അത് മഞ്ഞക്കുറ്റിയിലുണ്ട്. ഈ നമ്മുടെ ഇവിടുത്തെ മലയാളം ദൂരത്തിലെ കുടിയൊഴിക്കലുണ്ട്. അത് മുനമ്പത്തുണ്ട്. ആ കുടിയൊഴിക്കലിൻ്റെ വേദന ആ ട്രോമയാണ്. ദൈനംദിനം കടന്നു പോകുന്ന ട്രോമയാണ്. രാഷ്ട്രീയക്കാർക്ക് സമരമായിരിക്കും, അവരെ പാർട്ടി വളർത്തലായിരിക്കും. പക്ഷേ ഈ ട്രോമയിൽ കൂടെ കടന്നു പോകുന്ന മനുഷ്യർ 14 തവണ ഈ ട്രോമയിലൂടെ കടന്നുപോയാണ് ഈ ആത്യന്തികമായി ഈ ഒരു പ്രശ്നത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം, നിയമപരമായ ഉത്തരവാദിത്തം, ധാർമ്മികമായ ഉത്തരവാദിത്തം, രാഷ്ട്രീയ ഉത്തരവാദിത്തം വി ഡി സതീശൻ സർക്കാരിന് നിക്ഷിപ്തമാണ്. അത് നിർവഹിക്കുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാടെന്ന് മനസ്സിലായ കാര്യം. സമരം ചെയ്യുന്ന സമയത്ത് ഒരു സമരം സംഘടനയ്ക്ക് ഏറ്റെടുക്കുക. CPM തീർച്ചയായിട്ടും ഒരു വിഷയം സമൂഹത്തിന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ് അക്കൗണ്ടുകളാക്കാൻ ഒരു പരിഹാരത്തിന് വേണ്ടി സമരം ചെയ്യുക. പക്ഷേ അത് രാഷ്ട്രീയ പാർട്ടി വളർത്താൻ ഇപ്പോൾ ദയനീയമായ തോറ്റ സ്ഥിതിക്ക് പാർട്ടി വീണ്ടും വളർത്താനുള്ള അവസരമായിട്ട് കാണുകയാണെങ്കിൽ ഇതൊക്കെ തിരിച്ചറിയേണ്ട പൗരാവകാശ ബോധമാണ്, ജനാധിപത്യ ബോധമാണ് തെരഞ്ഞെടുപ്പ് പ്രകടിപ്പിക്കപ്പെട്ടത്. നമുക്കതറിയാലോ. പിന്നെ രണ്ടാമത് നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കാണും ഒരു കാര്യം ഞാൻ കുറ്റപ്പെടുത്തി പറയല്ല. നമ്മൾ കേരളത്തിൽ ഇടതുപക്ഷ പ്രതിപക്ഷ നേതാക്കളെ കണ്ടിട്ടുണ്ട്. VS-നെ നമ്മൾ മതികെട്ടാനും കണ്ട് മനസ്സിലായി മുണ്ട് വളച്ചൂത്തി പോണുണ്ട്. ഫേസ്ബുക്കിലല്ല പ്രതിപക്ഷ നേതാവ് സമരം ചെയ്യുക, പ്രതിപക്ഷ നേതാവ് മുണ്ട് വളച്ചൂത്തി സമരരംഗത്ത് ഉണ്ടാവുകയും ചെയ്യുക. അത് നമ്മൾക്ക് കാണാൻ പറ്റുക എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തെ പ്രതിപക്ഷ സംബന്ധിച്ച് നമ്മുടെ പ്രതീക്ഷ കേരള പ്രതിപക്ഷ നേതാവ് മുണ്ട് വളച്ചൂത്തി VS-നെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് മുണ്ട് വളച്ചൂത്തി സമരരംഗത്ത് ഉണ്ടാവുക. ആ സമരത്തിൻ്റെ സമയത്തൊന്ന് എഴുതി വായിക്കുന്ന പോലെയല്ല ഉദ്ദേശിക്കുന്നുണ്ട്. സമരരംഗത്ത് അങ്ങനെ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാവുന്നത് കേരളത്തിലെ ജനാധിപത്യത്തിനും പ്രതിപക്ഷ രാഷ്ട്രീയത്തിനൊക്കെ വളരെ 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 മെച്ചപ്പെട്ടൊരു കാര്യമാണ്. അത് സംഭവിക്കുന്ന പ്രതീക്ഷയോട് അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.